ഹലോ ഗൈസ്, ഇന്ന് ഞാൻ മസാല ദോശ ഉണ്ടാക്കുകയാണ്. കർണാടക സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ഉരുളക്കിഴങ്ങ് ബാജി റെഡിയാക്കാൻ പോവാണ്. ഇതുള്ളത് കർണാടക സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കർണാടക പോയിനും അപ്പോൾ അവിടുന്ന് എൻ്റെ ഫാമിലി ഉണ്ട്, ഗേൾസ് ഫാമിലി. അപ്പോൾ അവിടുന്ന് ഞാൻ ഉണ്ടാക്കി തിന്ന് നോക്കി. ഭയങ്കര ടേസ്റ്റായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇത് കൊണ്ടുവന്നതാണ്. ഞാൻ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇടുക. ഇപ്പോൾ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകും കറിവേപ്പിനില. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്തൊന്ന് പറയണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇടുന്നത് പൊട്ടും കടല. നമ്മൾ ഈ ചമ്മന്തിക്കൊക്കെ അരയ്ക്കാനും ഉണ്ടല്ലോ, അച്ചരി കുറച്ച് ഒരു സ്പൂണ് അതിട്ട് കൊടുക്കുക. പിന്നുള്ളത് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ അത് മസ്റ്റായിട്ട് അവിടെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചേർത്തത് കൊണ്ട് എന്താ അറിയോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഇടില്ല, കർണാടകയിലാണ് ഇട്ടത്. അപ്പോൾ അവിടുത്തെ ആ ഒരു വെറൈറ്റി എനിക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഉള്ളിയും പച്ചമുളകും തക്കാളി ഇട്ടിട്ട് ഞാൻ ഒന്നിച്ചാണ് ഇട്ടത് കേട്ടോ. അത് സവാള ഇട്ടിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ലോങ്ങായി പോകല്ലോ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള മാത്രം ഒന്ന് വാടി വന്ന ശേഷം നിങ്ങൾക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടാണ്. നിങ്ങളുടെ പാകത്തിന്, നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഉപ്പിട്ടാൽ മതി. അതൊന്നൊന്ന് വാട്ടി കൊടുക്കുക. എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ വോയിസ് കൊടുക്കുകയാണ്. എന്തെങ്കിലും തെറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഉരുളക്കിഴങ്ങ് പൊടിക്കാനുള്ള സംഭവം പൊട്ടിപ്പോയി. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഞാൻ ഇതാക്കുകയാണ്. സ്പൂൺ കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. കൈ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. നല്ല ചൂടുണ്ട്. അങ്ങനെ പൊടിച്ചെടുക്കാൻ ചില ഉരുളക്കിഴങ്ങ് വേവാൻ കുറച്ച് പണി ഉണ്ടാവും. ചിലത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഞാൻ കൈ കൊണ്ട് പൊടിച്ച് കാണിക്കുന്നതാണ്. എൻ്റെ കോർക്ക് പൊട്ടിപ്പോയി, അപ്പോൾ കൈ കൊണ്ട് പൊടിക്കുകയാണ്. അതൊന്ന് ആയിട്ടില്ലേ, സാറില്ല. അതിലേക്ക് ഇട്ട് കൊടുത്താലും ആയിക്കോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയതാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ഇടാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു പാകത്തിനാണ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു കൈ കൊണ്ടാണ്. എൻ്റെ കയ്യിൽ ഫോണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത്. വരാറില്ല, വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആരുമില്ല ഇനി. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒന്നായിട്ട് മിക്സാക്കി ഇതായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും കൂടി ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എനിക്ക് ചമ്മന്തി അരക്കാൻ പോവാം. ഇതിലേക്കുള്ളത് പൊട്ടുംകടല, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചപ്പ്,
ഇതൊക്കെ ഇട്ടിട്ട് ഇഞ്ചി ഇടാൻ മറന്നു എനിക്ക്. അത് മതിയെന്ന് വിചാരിച്ചു. ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇഞ്ചി ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഇഞ്ചി ഇടാൻ മറന്നുപോയതാണ്. കുറച്ച് ഉപ്പിടാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെള്ളം പാകത്തിന് കുറച്ച്, എനിക്ക് അങ്ങനെ ലൂസുള്ള എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ കുറച്ചൊന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങളെ പാകത്തിന് ഒഴിക്കുക. ലൂസാണെങ്കിൽ ലൂസാക്കുക, അല്ല തിക്കിലാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ എടുക്കുക. ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടോ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് ആയാൽ മതി. ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇതേ രീതിയിലായാൽ മതി. ഇതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിനെല്ലാം ഒന്ന് വറുവിടാണ്. ചുവന്നമുളകും വട്ടൽമുളകും കടുകും കറിവേപ്പിനെല്ലാം ഒന്നിട്ടെടുക്കുക. പല ആൾക്കാരുണ്ട് ചട്ടി തന്നെ അങ്ങോട്ട് തേങ്ങ എല്ലാം കൂടി അരച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ പൂച്ച കണ്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. അവനക്ക് എന്തെങ്കിലും ആണോ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അവനക്ക് എത്ര തിന്നാലും മതിയാവില്ല. അങ്ങനത്തെ ഒരു സാധനമാണത്. പക്ഷേ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജീവിയാണ് എനിക്ക്. ദോശ ദോശൻ്റെ മാവ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്നിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഒരു വീഡിയോ ലോങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ദോശ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ തേക്കാം കേട്ടോ. ഞാൻ കുറച്ച് നെയ്യാണ് തേച്ചത്, എനിക്കതാണ് ഇഷ്ടം. ചമ്മന്തി തേച്ച് കൊടുക്കുക. മസാല ദോശ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചമ്മന്തി തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്മൾ ഉണ്ടാക്കിയ ഭാജി ആ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. നമ്മളെ ദോശ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്താണെങ്കിലും ഒഴിക്കുക കേട്ടോ ഭാജിയിൽ. പക്ഷേ ഓയിൽ ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കഴിഞ്ഞു, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ദോശ ആയിട്ടുണ്ട്. നല്ല കറുമുറായിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ ഇത്തിരി ചോറ് കൂടിപ്പോയി. മാവ് അടിക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ക്രഞ്ചി ആയിട്ടാണുള്ളത്. സാമ്പാറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ചമ്മന്തി ഉരുളക്കിഴങ്ങും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.